അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സീദി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ പകുതി ഇങ്ങനെ കഴിയാണ് അല്ലേ? ഇന്ന് പുണ്യ റമളാനിലെ മഗ്ഫിറത്തിൻ്റെ പത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാവും കൂടെയാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ആണ്ടിൻ്റെ ദിവസമാണ് നമ്മിൽ നിന്ന് വിട പറയുന്നത് അല്ലേ? അൽഹംദുലില്ലാഹ്. ആ മഹദിയൊക്കെ അള്ളാഹുവിലേക്ക് എത്തിയതുപോലെ നമ്മളിങ്ങനെയുള്ള മഹാന്മാരുടെ വഫാത്ത് ദിനം വരുമ്പോൾ കേവലം ഒരു ഫാത്തിഹ ഓതി യാസീൻ ഓതിയത് കൊണ്ട് മാത്രമായില്ല, അല്ലെങ്കിൽ അവരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹിനോട് ദുനിയാവ് ചോദിച്ചതുകൊണ്ട് മാത്രമായില്ല. അതൊക്കെ ചോദിക്കാം, ഇതൊക്കെ പറ്റും. പക്ഷേ എല്ലാത്തിലും ഉപരി അവരെങ്ങനെയാണ് പടച്ചോനിലേക്ക് അത്ര അടുത്തത് നമുക്കും എടുക്കണ്ടേ അള്ളാഹുവിലേക്ക്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക യാ റബ്ബ്. നഫീസത്തുൽ മിസ്രിയ ബീവിയെക്കുറിച്ച് കേൾക്കാത്ത ആരാണല്ലേ? ചെറുപ്പം മുതലേ നമ്മൾ നഫീസത്ത് മാലയ്ക്ക് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എൻ്റെ ഉമ്മച്ചിയൊക്കെ ഇങ്ങനെ പാടുന്നത് ഞാനിങ്ങനെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബിള്ളിന ഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉൽ മുഫല്ലലുൽ മുഖദ്ദമുൻ നൂറുല്ലാഹ് മൂസിലുൻ മുഹൈമിനുൻ മുബല്ലിഗുൻ സഅദുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിലേക്ക് അത്രമേലടുത്ത മഹദിയായ സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നമ്മളൊക്കെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ലേബർ റൂമിലാകുമ്പോൾ നമ്മുടെ ഉമ്മമാരൊക്കെ നഫീസത്ത് മാല പാടുക, നഫീസത്ത് ബീവിയുടെ പേരിൽ യാസീൻ ഓതുന്നു, ഫാത്തിഹ ഓതുന്നു. അത്ര വലിയ മഹത്വമാണ്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആരെങ്കിലും നിങ്ങളൊരു പ്രയാസത്തിൽ നിന്ന് രക്ഷ നേടാൻ, ഒരാഗ്രഹം നിറവേറാൻ നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് നേർച്ചയാക്കിയാൽ മതി എന്നാണ്. നമ്മുടെ റിലീഫ് പദ്ധതി ഉണ്ട് കേട്ടോ. 2 പാവപ്പെട്ട മനുഷ്യരുടെ കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ് അല്ലേ? കഴിയുന്നവരൊക്കെ നഫീസ ഉമ്മയുടെ പേരിൽ നേർച്ചയാക്കിയിട്ട് എൻ്റെ ഈ മുറാദ് വീടണം എന്നുള്ള ഉറച്ച നെയ്യത്തിൽ തന്നെ നിങ്ങൾ അയച്ചോളൂ. ഇമാം ഷെഹറാനി ഇമാം പറയാണ്, നമ്മൾ ഇഖ്ലാസോടെ അത് ചെയ്താൽ അള്ളാഹു ആ ഉദ്ദേശം നിറവേറ്റിത്തരും. സ്വന്തമായിട്ട് ഖബർ കുഴിച്ച് വെച്ച് ആയിരക്കണക്കിന് ഖത്തുമോദിയ മഹദി സയ്യിദത്തുന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. ഇമാം ഷാഫി റളിയല്ലാഹുവിനെ കുറിച്ച് അറിയാൻ പാടില്ല നിങ്ങൾക്ക്? 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടമുള്ള മദ്ഹബിൻ്റെ ഇമാമാണ്. ലോകം മുഴുവൻ ഒരു ഖുറൈശി പണ്ഡിതൻ വിജ്ഞാനം കൊണ്ട് നിറയ്ക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ച ഇമാമിനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഷാഫി ഇമാമിൻ്റെ രോഗം വന്നു കഴിഞ്ഞാൽ നേരെ വിടുന്നത് എങ്ങോട്ടാ? നഫീസ ഉമ്മാരുടെ അടുക്കലേക്കാണ്. ഇനി തനിക്ക് എത്താൻ പറ്റാത്ത സ്ഥലമാണെങ്കിൽ തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കും. ആ ശിഷ്യന്മാർ അവിടെ എത്തിയിട്ട് ഉമ്മാനോടത് പറയും, ഉമ്മ ദുആ ചെയ്യുമ്പോഴേക്ക് അവിടെ ഷാഫി ഇമാമിന് രോഗം ശിഫയായിട്ടുണ്ടാകും. അത്ര വലിയൊരു ബാന്ധവം അള്ളാൻ്റെ ഔലിയാക്കൾ തമ്മിലുണ്ടെങ്കിൽ നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ. ഇന്ന് നഫീസ ബീബി റളിയല്ലാഹു അൻഹയുടെ പേരിൽ യാസീൻ ഓതാൻ പറഞ്ഞപ്പോൾ അൽഹംദുലില്ലാഹ് ആയിരക്കണക്കിന് യാസീൻ ആളുകൾ ഓതിയിട്ടുണ്ട്. ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ സദസ്സിലും ആളുകളുണ്ടല്ലോ, എല്ലാവരും കൂടെ ഓതുമ്പോൾ 1000-ലധികം യാസീനായി. അൽഹംദുലില്ലാഹ്. നമുക്കൊരു യാസീൻ ഓതണ്ടേ? ഓതാൻ പറ്റാത്ത ഉമ്മമാർ കൽബ് കൊണ്ട് കേൾക്കുക. എന്നിട്ട് ആ നല്ല കാര്യങ്ങൾ ആ യാസീനോട് ഓതുമ്പോൾ നിങ്ങളത് കേട്ടിരിക്കുക. അതിൻ്റെയൊക്കെ മിസ്ൽ സവാബ് ഉമ്മാടെ ഹളറത്തിലേക്ക് ഹദിയ ചെയ്യുക. ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എന്ത് ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ട് അതൊക്കെ അള്ളാഹ് ഹാസിലാക്കി തരട്ടെ. നമ്മുടെ കുട്ടികൾ ഇന്ന് ഒരു എക്സാം എഴുതിയിട്ടുണ്ട്, അള്ളാഹു ഉന്നത വിജയം നൽകട്ടെ. ഇനി ഒരുപാട് എക്സാമുകൾ കിടക്കണം. അള്ളാഹു എല്ലായിടങ്ങളിലും ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. പലരും പേടിയിലാണ്, ഭീതിയിലാണ്. അള്ളാഹു എല്ലാവർക്കും കാവൽ നൽകട്ടെ. ഒരു വലിയ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു യാസീൻ അങ്ങ് ഓതാലെ ഉമ്മയുടെ പേരിൽ. എല്ലാവരും നല്ല നെയ്യത്തിൽ ഓതണേ. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റാത്തി അഹ്ലിൽ ഖൈരി കുല്ലിഹിം അജ്മഈൻ ഖുസൂസൻ ഇലാ ഹദ്റത്തി സയ്യിദതി ബീവി നഫീസത്തുൽ മിസ്രിയ ഖദ്ദസല്ലാഹു സിർറഹൽ അസീസ്. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم.
ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون لقد حق القول على أكثرهم فهم لا يؤمنون إنا جعلنا في أعناقهم أغلالا فهي إلى الأذقان فهم مقمحون وجعلنا من بين أيديهم سدا ومن خلفهم سدا فأغشيناهم فهم لا يبصرون وسواء عليهم أأنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب فبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أحصيناه في إمام مبين واضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم 2 فكذبوهما فعززنا بثالث فقالوا إنا إليكم مرسلون قالوا ما أنتم إلا بشر مثلنا وما أنزل الرحمن من شيء إن أنتم إلا تكذبون قالوا ربنا يعلم إنا إليكم لمرسلون وما علينا إلا البلاغ المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم قالوا طائركم معكم أئن ذكرتم بل أنتم قوم مسرفون وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين اتبعوا من لا يسألكم أجرا وهم مهتدون وما لي لا أعبد الذي فطرني وإليه ترجعون أأتخذ من دونه آلهة إن يردني الرحمن بضر لا تغني عني شفاعتهم شيئا ولا ينقذون إني إذا لفي ضلال مبين إني آمنت بربكم فاسمعون قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين وما أنزلنا على قومه من بعده من جند من السماء وما كنا منزلين إن كانت إلا صيحة واحدة فإذا هم خامدون يا حسرة على العباد ما يأتيهم من رسول إلا كانوا به يستهزئون ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون وإن كل لما جميع لدينا محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون وجعلنا فيها جنات من نخيل وأعناب وفجرنا فيها من العيون ليأكلوا من ثمره وما عملته أيديهم أفلا يشكرون سبحان الذي خلق الأزواج كلها مما تنبت الأرض ومن أنفسهم ومما لا يعلمون
وآية لهم الليل نسلخ منه النهار فإذا هم مظلمون والشمس تجري لمستقر لها ذلك تقدير العزيز العليم والقمر قدرناه منازل حتى عاد كالعرجون القديم لا الشمس ينبغي لها أن تدرك القمر ولا الليل سابق النهار وكل في فلك يسبحون وآية لهم أنا حملنا ذريتهم في الفلك المشحون وخلقنا لهم من مثله ما يركبون وإن نشأ نغرقهم فلا صريخ لهم ولا هم ينقذون إلا رحمة منا ومتاعا إلى حين وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين ويقولون متى هذا الوعد إن كنتم صادقين ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون ونفخ في الصور فإذا هم من الأجداث إلى ربهم ينسلون قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن وصدق المرسلون إن كانت إلا صيحة واحدة فإذا هم جميع لدينا محضرون فاليوم لا تظلم نفس شيئا ولا تجزون إلا ما كنتم تعملون إن أصحاب الجنة اليوم في شغل فاكهون هم وأزواجهم في ظلال على الأرائك متكئون لهم فيها فاكهة ولهم ما يدعون سلام قولا من رب رحيم وامتازوا اليوم أيها المجرمون ألم أعهد إليكم يا بني آدم ألا تعبدوا الشيطان إنه لكم عدو مبين وأن اعبدوني هذا صراط مستقيم ولقد أضل منكم جبلا كثيرا أفلم تكونوا تعقلون هذه جهنم التي كنتم توعدون اصلوها اليوم بما كنتم تكفرون اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون ولو نشاء لطمسنا على أعينهم فاستبقوا الصراط فأنى يبصرون ولو نشاء لمسخناهم على مكانتهم فما استطاعوا مضيا ولا يرجعون ومن نعمره ننكسه في الخلق أفلا يعقلون وما علمناه الشعر وما ينبغي له إن هو إلا ذكر وقرآن مبين لينذر من كان حيا ويحق القول على الكافرين أولم يروا أنا خلقنا لهم مما عملت أيدينا أنعاما فهم لها مالكون وذللناها لهم فمنها ركوبهم ومنها يأكلون ولهم فيها منافع ومشارب أفلا يشكرون واتخذوا من دون الله آلهة لعلهم ينصرون
لا يستطيعون نصرهم وهم لهم جند محضرون فلا يحزنك قولهم إنا نعلم ما يسرون وما يعلنون أولم يرى الإنسان أنا خلقناه من نطفة فإذا هو خصيم مبين وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم قل يحييها الذي أنشأها أول مرة وهو بكل خلق عليم الذي جعل لكم من الشجر الأخضر نارا فإذا أنتم منه توقدون أوليس الذي خلق السماوات والأرض بقادر على أن يخلق مثلهم بلى وهو الخلاق العليم إنما أمره إذا أراد شيئا أن يقول له كن فيكون فسبحان الذي بيده ملكوت كل شيء وإليه ترجعون. الحمد لله. الله قبول ചെയ്യുമാറാകട്ടെ. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ഓതിയ സൂറത്തു യാസീൻ നീ സ്വീകരിക്കണേ അല്ലാ. ന്യൂനതകൾ പരിഹരിച്ച് ഈ പരിശുദ്ധ റമളാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. നഫീസ ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പ്രയാസങ്ങളെല്ലാം നീ ദൂരീകരിക്കണേ അല്ലാ. അവിടുത്തെ അല്പം മദ്ഹ് തവസ്സുലാക്കി നമുക്ക് ചൊല്ലാം. അള്ളാഹു സ്വീകരിക്കട്ടെ. റളിയല്ലാ റളിയല്ലാ അൻഹാ റളിയല്ലാഹ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹ് 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 അൻഹാ റളിയല്ലാഹ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹ് അഹദോനല്ലാഹോട് ഏറെ അടുത്തുള്ള നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹ് 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 അൻഹാ റളിയല്ലാഹ് ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹ് അറിവും ആത്മീയതയും ഏറ്റം നിറഞ്ഞുള്ള ബീവി ബറക്കത്തിനാൽ ഞങ്ങളെ കാത്തിടല്ല. അറിവില്ല അമലില്ല പാവങ്ങളാ ഞങ്ങൾ ബീവി നഫീസ ഉമ്മ കാവലിലേകല്ല. റളിയല്ലാഹ് അൻഹാ റളിയല്ലാഹ് ബീവി നഫീസത്തുൽ മിസ്രിയ യാ അല്ലാഹ്. സന്താന സൗഭാഗ്യം നൽകുന്ന റഹ്മാനേ ബീവിയുടെ ബറക്കത്തും റഹ്മത്തുമേകല്ല. എല്ലാരും ചൊല്ലുന്നേ ബീവിയുടെ പോരീശ, അതിനാൽ ഞങ്ങൾക്കേറെ റാഹത്ത് നൽകല്ല.
റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു ദീനങ്ങൾ ആഫത്തുകൾ എല്ലാ തടസ്സങ്ങളും അവരെ ബറക്കത്തിനാൽ നീക്കി തുണച്ചിടല്ല. ഞങ്ങളെ കാര്യങ്ങളും മറ്റ് മുറാദുകളും എങ്കൾ ബീവി വഴിയാൽ ഫത്ഹാക്കി നൽകല്ല. റളിയല്ലാഹു അൻഹാ റളിയല്ലാഹു ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു. അൽഹംദുലില്ലാഹ്, റബ്ബുൽ ആലമീനായ തമ്പുരാൻ അള്ളാൻ്റെ ഔലിയാക്കളെ ചേർത്ത് പിടിച്ചാൽ ഇല്ലേ അള്ളാഹു നമുക്കെല്ലാം തരുന്നേ. ഔലിയാക്കൾ പതിവാക്കിയിരുന്ന ദിക്റുണ്ട്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്താ അതിൻ്റെ ആശയം? നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എന്നെക്കൊണ്ട് ഒരു കഴിവുമില്ല അല്ലാഹ്, കഴിവുള്ളവൻ നീ മാത്രമാണ്. ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം കൽബിലില്ലാതെ ഇഖ്ലാസോടെ ഈ ദിക്റ് ചൊല്ലിയാൽ നിങ്ങൾക്ക് എല്ലാം പടച്ചോൻ തരും, നിങ്ങൾക്ക് ഒന്നിനൊരു കുറവുണ്ടാവില്ല. ഒന്ന് ചൊല്ലിക്കേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. നമ്മുടെ പ്രവാസികളായ സഹോദരങ്ങൾക്ക് ഇന്ന് ബദർ രാവാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് കാവൽ നൽകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ രാവിലെ പതിവാക്കിയ ദിക്റുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ വൈകുന്നേരം കൃത്യം 4:30 മണിക്ക് ബദർ മൗലിദ് മനോഹരമായിട്ട് നടത്തണം. അപ്പോൾ നമുക്ക് നമ്മുടെ രാവും കിട്ടും, പ്രവാസികൾക്ക് അവരുടെ ബദർ ദിനവും കിട്ടും. അപ്പോൾ രണ്ടുപേർക്കും കൂടെ പറ്റുന്ന രീതിയിൽ ബദർ മൗലിദ് നാളെ 5:30 എന്നുള്ളത് 4:30 ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ സദസ്സിൽ പങ്കെടുക്കണം കേട്ടോ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ സ്വഭാവ വിശദമായിട്ട് നമുക്ക് പറയാം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഏതായാലും പ്രവാസികളെ കൂടെ പരിഗണിച്ചിട്ട് ബദറിൽ രാവിലെ ഏറ്റവും കൂടുതൽ ചൊല്ലേണ്ട ഒരു ഇസ്മുണ്ടല്ലോ, മനസ്സറിഞ്ഞൊന്ന് ചൊല്ലിക്ക്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, يا حي يا قيوم، 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 يا
حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم يا حي يا قيوم കരുണക്കടലായ റബ്ബേ, നിന്റെ ഇസ്മുൽ അഅ്ളമാണെന്ന് പോലും സ്വാലിഹീങ്ങൾ പഠിപ്പിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ രാവിൽ ചൊല്ലിയ ഈ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ. നീ തഴഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഒരിടമില്ല അല്ലാ. കൈവെടിയല്ലേ അല്ലാ, സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. നീ ഖായിബാക്കല്ലേ അല്ലാ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇത് വെള്ളിയാഴ്ച പകലൊക്കെയാണ് വരുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സ്വലാത്ത് ഇങ്ങനെ നേരിട്ട് കാണുന്ന നിമിഷം രണ്ടുപേര് ബൈത്തൊന്ന് ചൊല്ലിക്ക്. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح ثدوري صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. يا حبيبي يا محمد يا عروس الخافقين يا مؤيد يا ممجد يا إمام القبلتين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ സ്വലാത്ത് നേരിട്ട് കാണുന്ന നിമിഷമല്ലേ. മുത്തുനബിയുടെ പൊരുത്തം കൊണ്ട് അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പേരിലുള്ള അതിവിശിഷ്ടമായ നൂറ് കൊണ്ടുള്ള സ്വലാത്ത് ഒരു 33 തവണ ചൊല്ലിക്ക്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി اللهم صل على النور وأهله 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 اللهم صل على النور وأهله
اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله اللهم صل على النور وأهله. ഫാത്തിമ ബീബി ചൊല്ലിയ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ ഞങ്ങളുടെ മനസ്സിന് നീ സമാധാനം നൽകണേ അല്ലാ. ഒരുപാട് ദുആ വസിയ്യത്തുകൾ ഉണ്ട് കേട്ടോ. ഇന്ന് യാസീൻ ഓതി തീർത്ത നമ്മുടെ സഹോദരിമാര് ചൊല്ലണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഓതാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളവരൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ, ആ ആഗ്രഹം ഉണ്ടായാൽ മതി. പിന്നെ നഫീസ് ഉമ്മയുടെ പേരിൽ നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ ചെയ്തവർ, ഷെഹറാൻ ഇമാമിന്റെ വാക്ക് നമ്മൾ എപ്പോഴും ഓർക്കുക അല്ലേ. നമ്മുടെ മനസ്സിലൊരു പ്രയാസം ഉണ്ടെങ്കിൽ നഫീസ് ഉമ്മയുടെ പേരിൽ എന്തെങ്കിലും നേർച്ചയാക്കിയാൽ മതി എന്നാണ്. ആ നേർച്ചയാക്കൽ നെയ്യത്താക്കിക്കൊണ്ട് പല ആളുകളും നമ്മുടെ റിലീഫ് പദ്ധതിയിലേക്ക് ഹദിയ നൽകിയിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം സ്വീകരിക്കട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങളെല്ലാം ദൂരീകരിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസി സഹോദരങ്ങൾക്ക് അള്ളാഹു കാവൽ നൽകട്ടെ. മനസ്സറിഞ്ഞാമീൻ പറയാം. ചെറിയൊരു ദുആ അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ റഹീമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബ് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ പ്രിയപ്പെട്ട പേരക്കുട്ടിയായ സയ്യിദത്തുനാ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഈ സദസ്സ് സംഘടിപ്പിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഇതിന്റെ മിസ്ൽ സവാബ് ഉമ്മാടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. ഉമ്മാടെ പൊരുത്തം നൽകണേ അല്ലാഹ്, അവിടുത്തെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിൽ പങ്കെടുക്കുന്നത് ആ മുറാദുകളെല്ലാം ഉമ്മാടെ ബറക്കത്ത് കൊണ്ട് ഹാസുലാക്കണേ അല്ലാഹ്. ഒരുപാട് സങ്കടങ്ങളുണ്ട്. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. ഞങ്ങളിൽ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരിൽ ഒരുപാട് അസുഖബാധിതരുണ്ട്. നീ പരിപൂർണ ശിഫാ നൽകണേ അല്ലാഹ്. കാമിലായ ശമനം നൽകണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, മക്കളില്ലാത്തവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്. ഒരുപാട് മക്കൾ പലവിധ പരീക്ഷകൾ എഴുതുന്നുണ്ട്. ഉന്നത വിജയം നീ നൽകണേ അല്ലാഹ്. തോറ്റുപോകുന്നൊരവസ്ഥയിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. ശോഭനമായ ഭാവി നീ നൽകണേ ചമ്പുരാനെ. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടക്കണിയിൽപ്പെട്ടവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. നാണം കെടുത്തല്ലേ അല്ലാഹ്, ഇസ്സത്ത് നൽകണേ അല്ലാഹ്. നിന്റെ മുന്നിലല്ലാതെ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേട് നൽകല്ലേ അല്ലാഹ്. യാ റബ്ബനാ യാ റബ്ബനാ. പടച്ചവനെ, സ്വന്തമായി വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. നിർമ്മാണത്തിലിരിക്കുന്നത് പൂർത്തീകരിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, സ്ഥലം വിൽക്കാനിട്ടിട്ട് കച്ചവടമായില്ലെന്ന് പറഞ്ഞവരുണ്ട്, നീ എളുപ്പമാക്കണേ അല്ലാഹ്. പ്രവാസി സുഹൃത്തുക്കൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അന്യായമായി ജയിലിൽ കിടക്കുന്നവരുണ്ട്, മോചനം നൽകണേ അല്ലാഹ്. എല്ലാവിധ ഭീതികളിൽ നിന്നും കാവലേകണേ അല്ലാഹ്. കുടുംബങ്ങൾക്ക് സമാധാനം നൽകണേ അല്ലാഹ്. മാരകമായൊരു യുദ്ധാവസ്ഥയിൽ നിന്ന് നീ സുരക്ഷ നൽകണേ അല്ലാഹ്. മുസ്ലിം ലോകത്തിന് നീ സമാധാനം നൽകണേ അല്ലാഹ്. നിന്റെ പ്രത്യേകമായ കാവൽ നൽകണേ അല്ലാഹ്. അസ്ഹാബുൽ ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സ് നന്നാക്കണേ അല്ലാഹ്. ജീവിതം നന്നാക്കണേ അല്ലാഹ്. റമളാൻ ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. നീ പെട്ടെന്ന് വിളിക്കല്ലേ തമ്പുരാനെ. കരുണക്കടലായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയിട്ടുണ്ടോ, ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ ഖബറിലാണ് റബ്ബേ. നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാഹ്. കരുണക്കടലായ തമ്പുരാനെ, ഞങ്ങളിൽ നിന്ന്, കുടുംബങ്ങളിൽ നിന്ന്, ഇണകളിൽ നിന്ന് ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അസ്ഹാബുൽ ബദരീങ്ങളുടെ കാവലേകണേ അല്ലാഹ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ പൊന്നുമക്കളുടെ മയ്യത്ത് കാണേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാഹ്. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുമ്പോൾ ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം നൽകണേ അല്ലാഹ്. അവിടുത്തെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, നഫീസ ഉമ്മാടെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ
മനസ്സിലെന്ത് മുറാദുണ്ടെങ്കിലും നീ ഹാസിലാക്കണേ അല്ലാ. പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഹദിയകൾ ഏറ്റെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് തമ്പുരാനെ ഞങ്ങൾ ആരെയും നീ പട്ടിണിയാക്കല്ലേ അല്ലാ, പ്രയാസത്തിലാക്കല്ലേ അല്ലാ. നീ ഞങ്ങളെ നന്നാക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക يا أرحم الراحمين بحقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم والسلام عليكم ورحمة الله وبركاته.